അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ വീട്ടിലെത്തിയ റസാക്ക് തൻ്റെ റൂമിൽ തന്നെ കിടക്കുകയാണ്. വൈകുന്നേരം കടയിൽ നിന്ന് എത്തിയ അമീറിന് ഉപ്പാൻ്റെ അടുത്ത് പോവാനോ ഉപ്പാനോട് സംസാരിക്കുവാനോ ഭയങ്കര വിഷമമായിരുന്നു. ഉപ്പ തന്നെ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ ഇനി ഉപ്പ തന്നോട് മിണ്ടില്ലേ എന്നെല്ലാം അവന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അമീറിന് ഉപ്പാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ചെറുപ്പം മുതലേ അവന് ഏറ്റവും പ്രിയപ്പെട്ടത് റസാക്കായിരുന്നു. അതുപോലെ തന്നെ റസാക്കിന് ഏറ്റവും പ്രിയപ്പെട്ടത് അമീറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അവന് ആകെ ഇഷ്ടം ഉണ്ടായിരുന്നത് ഉപ്പാനോടായിരുന്നു. ജമീലത്തെയും അവനെ ഒരുപാട് കൊഞ്ചിച്ചാണ് വളർത്തിയത്. അവരോടും കുറച്ച് സ്നേഹം അവനുണ്ട്. എങ്കിൽ കൂടി റസാക്കിനോടായിരുന്നു അവന് കൂടുതൽ ഇഷ്ടം. കാരണം എന്തായാലും ഒരു വീട്ടിൽ ആരോടെങ്കിലും നമുക്ക് മിണ്ടി പറയാൻ ഒരാളില്ലെങ്കിൽ അതൊരു വിഷമം തന്നെയല്ലേ. സാധാരണ മക്കൾ ഉമ്മാനോടോ ഉപ്പാനോടോ അനിയത്തിമാരോടോ സഹോദരങ്ങളോടോ ഒക്കെയാണ് നമ്മൾ വീട്ടിലെത്തിയാൽ ഒന്ന് മിണ്ടി പറയുക, സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുശലാന്വേഷണങ്ങൾ നമ്മുടെ എല്ലാ വിവരങ്ങളും പങ്കുവെക്കുക. എന്നാൽ അമീറിനാവട്ടെ ആ വീട്ടിൽ എന്തായാലും ഉമ്മ അവിടെ ഇല്ല. ഉമ്മ ഉണ്ടെങ്കിൽ തന്നെ അവന് ഉമ്മാനോട് അടുപ്പമില്ല. അതുപോലെ തന്നെ അവൻ്റെ ഇത്താത്തമാർ, അവരോട് തീരെ അടുപ്പമില്ല. പിന്നെ ഉള്ളത് ജമീലത്തെയും അതുപോലെ തന്നെ ഹാജറയും അവളുടെ മകനുമെല്ലാമാണ്. ജമീലത്താനോട് ചെറിയ അടുപ്പമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വീടിൻ്റെ വിഷയത്തിൽ, വീട് പണയം വെച്ച വിഷയത്തിൽ ജമീലത്ത അവനോട് അധികം സംസാരിക്കാറില്ല. ആ ഒരു മുഷിപ്പിലാണവർ. അതുകൊണ്ട് തന്നെ അമീറിനോട് അവർ കൂടുതൽ സംസാരിക്കാറില്ല. അതിനിടയിൽ ഉപ്പ കൂടി ഇനി തന്നോട് വേണ്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലെത്തിയാൽ തൻ്റെ സ്ഥിതി ആകെ പരിതാപകരമാവും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഉപ്പാൻ്റെ അടുത്ത് പോയി, ഉപ്പ ഇങ്ങോട്ടും വേണ്ടിയിട്ടില്ലെങ്കിലും ഉപ്പാൻ്റെ അടുത്ത് പോയി സംസാരിക്കണം, ഉപ്പാനോട് മിണ്ടണം എന്നെല്ലാം അവൻ വിചാരിച്ചു. അങ്ങനെ അവൻ റസാക്ക് കിടക്കുന്ന റൂമിലെത്തി. അവൻ വാതിൽക്കൽ നിന്നിങ്ങനെ നോക്കി. കട്ടിലിൽ ഒരു മൊബൈൽ ഫോണിൽ ഒരു റീൽ കണ്ട് കിടക്കുകയാണ് റസാക്ക്. അമീർ പിന്നിൽ നിന്ന് ഇങ്ങനെ ചെറുതായി മുരടനയ്ക്ക് എന്ന് ശബ്ദമുണ്ടാക്കി. എന്നാൽ റസാക്ക് അത് കേട്ടതായി ഭാവിച്ചതേ ഇല്ല. അവൻ്റെ മനസ്സിൽ അമീറിനോട് വല്ലാതെ ദേഷ്യം തോന്നിയിരുന്നു. അവനൊന്ന് നന്നായി റെക്കമെൻഡ് ചെയ്താൽ എന്തായാലും അവിടെ നല്ലൊരു പോസ്റ്റ് തന്നെ ഷഹാന തരാൻ സമ്മതിക്കും. എന്നാൽ അവൻ ഒന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞതിന് സമ്മതിച്ചു. വേണമെങ്കിൽ ഡ്രൈവർ പോസ്റ്റ് തരാമെന്നാണ് പറഞ്ഞത്. ആർക്ക് വേണം അവരുടെ ഡ്രൈവർ പോസ്റ്റ്, എൻ്റെ പട്ടിക്ക് വേണ്ട എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ദേഷ്യത്തിൽ കിടക്കുകയാണ്. താൻ വന്നതറിഞ്ഞിട്ടും റസാക്കിന് യാതൊരു കുലുക്കവുമില്ല എന്ന് കണ്ട അമീറിന് വിഷമം തോന്നി. ഇനി ഇപ്പോൾ താൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഉപ്പ എന്തായാലും തന്നോട് സംസാരിക്കില്ല. താനായിട്ട് ഉപ്പാൻ്റെ അടുത്ത് ചെന്ന് പിണക്കമെല്ലാം മാറ്റി സംസാരിച്ചാൽ ആയി. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക തന്നെ. അല്ലെങ്കിൽ ഈ വീട്ടിൽ തൻ്റെ കഥ കഷ്ടമാവും. കാരണം അമീറിന് പുറത്തൊന്നും അധികം കൂട്ടുകാരില്ല. അവൻ അഥവാ ലീവുള്ള ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഇരിക്കാറാണ്, ഉപ്പാനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഉപ്പ ഉള്ളപ്പോൾ. അപ്പോൾ ഇനി ആകെയുള്ള ഉപ്പയാണ്. മറ്റുള്ളവരോടൊന്നും അവനിപ്പോൾ അധികം സംസാരത്തിന് പോവാറില്ല. വല്യമ്മാനോടായാലും വല്യമ്മ ഇപ്പോൾ വീടിൻ്റെ വിഷയത്തിൽ അധികം മിണ്ടാറില്ല. ഹാജറമ്മായും മോനും പിന്നെ പണ്ടേ വലിയ സംസാരമില്ല. അതുകൊണ്ട് തന്നെ ഉപ്പാനെയും കൂടി പിണക്കിയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് അവൻ പതിയെ കട്ടിലിൽ പോയിരുന്ന് റസാക്കിൻ്റെ അടുത്തിരുന്നു. ഉപ്പ ഉപ്പ 1-2 തവണ അവൻ വിളിച്ചു. റസാക്ക് ഫോണിൽ തന്നെ കണ്ണു നട്ടിരിപ്പാണ്. അവനിങ്ങനെ ഓരോ റീലുകൾ സ്ക്രോൾ ചെയ്ത് കാണുകയാണ്. അമീറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവന് അപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അമീർ
പതിയെ റസാക്കിൻ്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ച് കുലുക്കി വിളിച്ചു. ഉപ്പ ഉപ്പ എന്നോട് ദേഷ്യത്തിലാണോ? എന്നോട് വഴക്കാണോ? റസാക്ക് അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അമീർ വിചാരിച്ചു, ഓ, ഇത് വലിയ രീതിയിൽ തന്നെ ഉപ്പാക്ക് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വാശിയിലാണ് ഉപ്പ. വാശിയുടെ കാര്യത്തിൽ ഉപ്പ ഒട്ടും പിന്നിലല്ല, തൻ്റെയല്ലേ ഉപ്പ എന്നെല്ലാം വിചാരിച്ചു അവൻ. അങ്ങനെ അവൻ ഇങ്ങനെ ഉപ്പ എന്ന് വീണ്ടും മേലിങ്ങനെ തട്ടിക്കൊണ്ട് വിളിച്ചു. ഉപ്പ ഉപ്പ എന്താണ് മനസ്സിലാക്കാത്തത്? ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം ഏകദേശം നമ്മൾ പറഞ്ഞു ഏകദേശം ലെവലായി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഉപ്പാക്ക് അറിയാഞ്ഞിട്ടാണ് അവളുടെ വാശി, ഭയങ്കര വാശിക്കാരിയാണ്. ഉപ്പാക്ക് അറിയാഞ്ഞിട്ടാണ് ഷഹാനയുടെ സ്വഭാവത്തെക്കുറിച്ച്. ഭയങ്കര വാശിക്കാരിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, അതിൽ നിന്ന് മാറില്ല. പലപ്പോഴും അവളുടെ വാശി കണ്ട് എനിക്ക് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. പോട്ടെ പുല്ല് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോരാൻ തോന്നിയിട്ടുണ്ട്. ഉപ്പാക്കറിയാത്തത് കൊണ്ടാണ് അന്ന് കടയുടെ ഉദ്ഘാടനത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഉപ്പ കണ്ടില്ലേ അവളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും വല്ല മണവാളൻ്റെയും മണവാട്ടിയുടെയും പോലെയുള്ള ഓരോ വില കൂടിയ ഡ്രസ്സ്. വില കൂടിയത് പോവട്ടെ, അങ്ങനെയുള്ളൊരു പരിപാടിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സല്ല, അത്രയും വർക്കെല്ലാം ഉള്ളത്. അത് വേണ്ട എന്ന് ഞാൻ ഒരിക്കൽ മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. അവളുടെ ആ ഒരു യഥാർത്ഥ മുഖം ഞാൻ കണ്ടു. ഭയങ്കര ദേഷ്യപ്പെട്ട് ഒരു കടയാണ്, മറ്റു ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പോലും നോക്കാതെയാണ് അവൾ ഒച്ചയെടുത്ത് സംസാരിച്ചത്. അങ്ങനെയുള്ള സ്വഭാവക്കാരിയാണ്. അപ്പോൾ ഉപ്പാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ അവളോട് തർക്കിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ കല്യാണത്തിൽ നിന്ന് പിന്മാറും. അപ്പോൾ റസാക്ക് പതിയെ തല ഉയർത്തി. ഓ, അപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ നീ അവളുടെ അടിമയായി. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ടിയില്ലടാ. നീ ഞങ്ങളെല്ലാം ഇവിടുന്ന് അടിച്ചിറക്കുമോ അവളുടെ വാക്ക് കേട്ട് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, ഉപ്പ അതൊന്നുമല്ല. ഉപ്പാക്കറിയാമല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയുടെ മകളാണ് അവൾ. 4 ആളറിയുന്ന വലിയ തറവാട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ബന്ധം കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സൈനിൻ്റെയും അതുപോലെ തന്നെ ആ ഒരുമ്പട്ടവളില്ലേ ആമി, അവളുടെയും എല്ലാം മുന്നിൽ ഒന്ന് തലയുയർത്തി പിടിക്കാൻ പറ്റിയ വലിയൊരു ബന്ധമാണ്. ഇതിലും വലിയൊരു ബന്ധം നമുക്ക് കിട്ടുമെന്ന് ഉപ്പാക്ക് തോന്നുന്നുണ്ടോ? അവരുടെ എല്ലാം മുന്നിൽ ഉയർത്തി അവൾക്ക് ഇത്രയും വലിയ ഒരു ബന്ധം കിട്ടിയപ്പോൾ അവളുടെ മുന്നിൽ നമ്മൾ ചെറുതാവാൻ പറ്റുമോ? ഉപ്പാക്ക് തന്നെ അറിയില്ലേ. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബന്ധം കിട്ടണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അവളായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ഷഹാന ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ അത് ഒഴിവാക്കി കളയണോ ഉപ്പ? കല്യാണം കഴിയുന്നത് വരെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്, എൻ്റെ ചൊൽപ്പടിക്ക് അവളെ നിർത്താൻ എനിക്കറിയാം. അതൊക്കെ ഉപ്പ കളയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളെ പിണക്കേണ്ട അത് വിചാരിച്ചിട്ടാണ്. ഉപ്പ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അവിടെ ഉപ്പാനെ എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ഒരു പക്ഷേ അവളുടെ സ്വഭാവത്തിനനുസരിച്ച് ഞാനും അവളും തമ്മിൽ അവിടെ അടിയാവും. പിന്നെ അവൾ ഈ കല്യാണത്തിൽ നിന്ന് തന്നെ പിന്മാറിയെന്ന് വരാം. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ തുടങ്ങിയ ബിസിനസ്സിനെ തന്നെയെല്ലാം അത് ബാധിക്കും. അവൻ്റെ അസൈനിൻ്റെയും ആമയുടെയും മുന്നിൽ അത് വലിയൊരു ചീത്തപ്പേരാവും. തുടക്കത്തിൽ തന്നെ പാർട്ട്ണർമാർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് അവർക്ക് എല്ലാം പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ മറുത്തൊന്നും പറയാതിരുന്നത്. പിന്നെ ഉപ്പ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും വലിയ ഒരു കട മാനേജ് ചെയ്യാൻ അത്യാവശ്യം നല്ല പഠിപ്പും എല്ലാം ഉള്ള ഒരു മാനേജർ വേണ്ട ഉപ്പ? നമ്മുടെ നല്ലതിന് തന്നെയാണ്. ഉപ്പാക്ക് ഞാൻ ഉപ്പാനെ കളിയാക്കുകയല്ല കേട്ടോ, ഇനി ഉപ്പ അതിന് ദേഷ്യപ്പെടരുത്. ഉപ്പ ആകെ പഠിച്ചത് 5ാം ക്ലാസ് വരെയാണ്. അത് തന്നെ കണക്കെല്ലാം കൂട്ടാൻ ഉപ്പാക്ക് അറിയാം, ശരിയാണ്. പക്ഷേ അത്രയും വലിയൊരു കട മാനേജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് പോലും ഉപ്പാക്കില്ല. ഉപ്പ ആകെ ചെയ്തത് ഈ ഡ്രൈവർ ജോലിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാനേജർ പോസ്റ്റിലേക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഇൻ്റർവ്യൂ എല്ലാം ചെയ്ത് എല്ലാം മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരാളെയല്ലേ എടുക്കാൻ പറ്റൂ? ഉപ്പ തന്നെ ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള ആളെ എടുത്താലല്ലേ നമ്മുടെ കട വിജയിക്കുകയുള്ളൂ.
നമ്മുടെ കട വളരുകയല്ലേ നമുക്ക് ആവശ്യം. സൈനിൻ്റെയും അതുപോലെ തന്നെ ആമയുടെയും അവരുടെ കടയേക്കാൾ നല്ല വലിയ കട നമ്മളത് ആവണ്ടേ ഉപ്പ? ഉപ്പയൊന്ന് ചിന്തിച്ചു നോക്ക്. ഉപ്പാക്ക് അത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. അതെല്ലാം 4-5 വർഷം ഓരോ സ്ഥലങ്ങളിൽ മാനേജരായി നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അവരെ നിയമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. അവർ അത് ഭംഗിയായി മാനേജ് ചെയ്തോളും. അതുവഴി നമ്മുടെ കട നല്ല ഉന്നതിയിലേക്ക് തന്നെ എത്തിക്കോളും. അതുകൊണ്ട് തന്നെ ഉപ്പ ദേഷ്യമൊന്നും വിചാരിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കൂ എന്നെല്ലാം പറഞ്ഞു. അമീറിൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ റസാക്കിനും മനസ്സിലായി തൻ്റെ മോൻ പറഞ്ഞത് ശരിയാണ്. തനിക്ക് ആകെ പരിചയമുള്ളത് കൊല്ലങ്ങളായിട്ട് ഈ ഡ്രൈവർ ജോലിയാണ്. അത്രയും വലിയ കട മാനേജ് ചെയ്യാനോ അവിടുത്തെ കാര്യങ്ങൾ അറിയുവാനോ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും തനിക്കില്ല. പിന്നെ താൻ വിചാരിച്ചത് തൻ്റെ മകൻ്റെ കടയിൽ ഒരു മുതലാളി ചമഞ്ഞിരിക്കാം, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാം. പണിക്കാർ സാർ എന്ന് കൂടി വിളിച്ചപ്പോൾ താൻ അതിൽ മയങ്ങിപ്പോയി. അതിൽ വല്ലാത്ത ഒരു ലോകത്തെത്തിയ പോലെ തോന്നി. ഒരു രാജാവിൻ്റെ ഒരു സ്ഥാനം കിട്ടിയതുപോലെ തോന്നി. അതൊക്കെയാണ് തനിക്ക് സംഭവിച്ചത്. അത് ശരിയാണ്. അത്രയും വലിയൊരു കട മാനേജ് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസും നല്ല പരിചയമുള്ള ഒരു മാനേജർ തന്നെ വേണം. തൻ്റെ മോൻ പറഞ്ഞത് ശരിയാണ്. അല്ലാതെ അവിടെ താൻ ഒരു മുതലാളിയായി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. കട മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനത് മാനേജ് ചെയ്യാൻ പറ്റിയ നല്ലൊരാൾ തന്നെ വേണം. ശരിയാണ് എന്നെല്ലാം റസാക്ക് മനസ്സിൽ വിചാരിച്ചു. എങ്കിലും പെട്ടെന്ന് തന്നെ അമീറിൻ്റെ മുന്നിൽ തോൽവി സമ്മതിക്കാൻ റസാക്കിന് മനസ്സ് വന്നില്ല. റസാക്ക് പറഞ്ഞു, എന്നാലും നിനക്കൊന്ന് പറഞ്ഞു നോക്കാമായിരുന്നു. ഇനി അവൾ സമ്മതിച്ചില്ലെങ്കിൽ ശരി, നീ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയല്ലേ ചെയ്തത്. നീ എനിക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചോടാ എന്ന് ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, ഉപ്പ ഇതാണ് അവളുടെ സ്വഭാവം, അതാണ് ഉപ്പ. ഉപ്പ കണ്ടിട്ടില്ല, ഞാൻ കണ്ടതാണ്. നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവളുടെ സ്വഭാവം ഒരു തവണ മാത്രമേ ഞാൻ എതിർത്ത് സംസാരിച്ചുള്ളൂ. പിന്നെ അവിടെ ആകെ അവൾ ബഹളം വെച്ച് എല്ലാവരും ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അതുപോലൊരു സിറ്റുവേഷൻ വേണ്ട എന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ അടിയാണ് എന്ന് നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട. അതുപോലെ തന്നെ കടയിലെ സ്റ്റാഫുകൾക്കും നമ്മളോടുള്ള ഒരു പരിഗണനയും അവർ നമുക്ക് തരുന്നൊരു സ്ഥാനവും പോവും അവിടെ വെച്ച് കശപിശ കൂടിയാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത്. എൻ്റെ ഉപ്പ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമീർ റസാക്കിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പിന്നെ അധിക നേരം അവനോട് ദേഷ്യം കാണിക്കാൻ റസാക്കിനും തോന്നിയില്ല. അപ്പോൾ അമീർ പറഞ്ഞു, ഉപ്പ നമ്മുടെ കടയിൽ ഡ്രൈവർ ഒഴിവുണ്ട് ഉപ്പ. ഉപ്പാക്ക് വേണമെങ്കിൽ അതിൽ നിന്നോ, ശമ്പളവും അത്യാവശ്യം ഞാൻ തരാം. ഇനി എൻ്റെ ഓഹരിയിൽ നിന്ന് ഞാൻ ശമ്പളം തരാം, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ റസാക്ക് പറഞ്ഞു, അത് വേണ്ടടാ, ഞാൻ പഴയ മുതലാളിയുടെ അടുത്ത് തന്നെ പോയി ചാവി വാങ്ങി. കാരണം നീ എൻ്റെ മോനാണ്, ആ കടയുടെ ഉടമയാണ്. അതിൽ എന്നെ ഡ്രൈവറാക്കി വെച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞോളാം. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ്. എനിക്ക് എൻ്റെ ജോലി തന്നെ മതി. എന്തെങ്കിലും ആളുകളോട് പറഞ്ഞോളാം. ഇത് നിൻ്റെ കടയിൽ ഒരുപാട് പോസ്റ്റുകളുണ്ടായിട്ട് അവിടെ ഡ്രൈവറായി നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു മോശമാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, ഇപ്പോൾ ഉപ്പാക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ റസാഖ് പറഞ്ഞു, ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നീ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. ഇനി കുഴപ്പമില്ല, പോട്ടെ എന്നെല്ലാം പറഞ്ഞു അവൻ്റെ തോളിലിങ്ങനെ തട്ടിക്കൊടുത്തു. അപ്പോൾ അവൻ ചോദിച്ചു, അല്ല ഉപ്പ ഭക്ഷണം കഴിച്ചോ? സാധാരണ ഞാൻ വന്നതിൻ്റെ ശേഷം ഉപ്പയും ഞാനും ഒരുമിച്ചല്ലേ കഴിക്കാറുള്ളത്. ഇന്ന് എന്നോടുള്ള ദേഷ്യം കൊണ്ട് എങ്ങാനും ഉപ്പ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ റസാഖ് പറഞ്ഞു, ഞാൻ കഴിച്ചു. പിന്നെ നിന്നെ കാത്തു നിൽക്കുകയല്ലേ. ഞാൻ നിന്നോട് മിണ്ടാൻ തന്നെ വരില്ല എന്ന് കരുതിയതാണ്. പിന്നെ നീ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ നിന്നോട് സംസാരിച്ചതാണ്. ഇതൊന്നും ഇപ്പോൾ എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ഭക്ഷണം നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, അമ്പട കള്ള, അത് ശരി, ഒന്ന് പിണങ്ങിയപ്പോഴേക്ക് എന്നെ മറന്നു അല്ലേ. ഞാനാണെങ്കിൽ പുറത്തു നിന്ന് കൂട്ടുകാർ വിളിച്ചു നിർബന്ധിച്ചു, എന്നിട്ട് പോലും കഴിക്കാതെ ഉപ്പാൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്നാലും ഉപ്പ ഈ ചതി എന്നോട് ചെയ്തില്ല, എനിക്കിനി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ റസാഖ് പറഞ്ഞു, അത് സാരമില്ലടാ, ഞാൻ കുറച്ച് നേരത്തെയാണ് കഴിച്ചത്, ഇപ്പോൾ വിശക്കാൻ തുടങ്ങി, വാ നമുക്ക് 2 പേർക്കും കഴിക്കാം. ടേബിളിൽ എല്ലാം ഉണ്ടാവും, ഉമ്മ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വൈകിട്ടല്ലേ കഴിക്കാറുള്ളത്, നീ വന്നതിൻ്റെ ശേഷം, അതുകൊണ്ടെല്ലാം അത് അവിടെ തന്നെ ഉണ്ടാവും, നീ വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും പൂമുഖത്ത് പോയി ഭക്ഷണം കഴിച്ചു.
നേരത്തെ കഴിച്ചത് സത്യം പറഞ്ഞാൽ റസാക്കിന് വിശക്കാൻ തുടങ്ങിയിരുന്നു. അവൻ ശരിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പോഴത്തെ ആ ടെൻഷനിലും വിഷമത്തിലും അധികം ഭക്ഷണമൊന്നും അവന് കഴിച്ചില്ല. പിന്നെ അന്തിപ്പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതി കുറച്ച് കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവനും വിശക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അമീറും റസാക്കും അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ അവർ കിടക്കാൻ പോയി. സൈനിൻ്റെയും ആമിയുടെയും കല്യാണ ദിവസം ഇങ്ങ് അടുക്കുകയാണ്. ഇനി അധിക ദിവസം ഇല്ല. ഓരോരുത്തരെയായി ക്ഷണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ സൈൻ ആമിയോട് ചോദിച്ചു, ആമി, നമുക്ക് ഷഹാനയെയും അമീറിനെയും അവരുടെ കടയിൽ പോയി നേരിട്ട് ക്ഷണിച്ചാലോ? നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ ആമി പറഞ്ഞു, ആ അത് ശരിയാണ്, അവരെ നമുക്ക് ഒരുമിച്ച് ക്ഷണിക്കാൻ പോവാം. എന്തായാലും ഷഹാനയുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ. എനിക്ക് ഭയങ്കര സംശയമുണ്ട്, അവൾ നമ്മുടെ അമീറിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നോട് എന്തെങ്കിലും ഭാവിയിൽ പിന്നെ നമ്മൾ വേറെ വേറെ കല്യാണം കഴിച്ചു പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ തന്നെ കല്യാണം കഴിച്ച് എന്നോട് എന്തെങ്കിലും ദേഷ്യം തീർക്കാനാണോ? അങ്ങനെയെല്ലാം എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പോയി അവളെ കല്യാണത്തിൽ നിന്ന് ഇനി കല്യാണം ക്ഷണിക്കാം. ഇനി അവളുടെ മനസ്സിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും അവിടെ തീരട്ടെ. നമ്മൾ പൂർണ്ണമായും ഒന്നാവാൻ പോവുകയാണ് എന്നെല്ലാം അവൾ മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ക്ഷണിക്കാം, പോവാൻ സൈനുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ അവരുടെ PA ഉണ്ട്, അവരെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് എല്ലാം നോക്കണമെന്ന് ഏൽപ്പിച്ച് സൈനും അതുപോലെ തന്നെ ആമിയും കൂടെ നമ്മുടെ ഷഹാനയെയും അമീറിനെയും കല്യാണം ക്ഷണിക്കാൻ അവരുടെ കടയിലേക്ക് പോയി. ഷഹാനയോട് ഉപ്പാക്ക് വിഷമമായി എന്നും ഉപ്പ മിണ്ടാതിരുന്നു എന്നും അങ്ങനെ എടുത്തടിച്ചതുപോലെ പറയേണ്ടിയിരുന്നില്ല, പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്നെല്ലാം നയത്തിൽ ഓഫീസിൽ ഇരുന്ന് പറയുകയായിരുന്നു അമീർ. അപ്പോൾ ഷഹാന പറഞ്ഞു, അമീർ, ഇനി കൂടുതൽ ആ കാര്യങ്ങൾ സംസാരിക്കേണ്ട. ഉപ്പാനെ ഇന്നലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. നിന്റെ ഉപ്പാക്ക് മനസ്സിലാക്കാത്തത് എൻ്റെ കുഴപ്പമല്ല. പിന്നെ വീട്ടിൽ പോയി നിങ്ങൾ സംസാരിച്ചതും ഒത്തുതീർപ്പായതും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ആ കാര്യമൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പിന്നെ കൂടുതലൊന്നും അവളോട് സംസാരിക്കാൻ പോയില്ല. അവൻക്കറിയാം, ഇപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു അടിയിൽ കലാശിക്കും. കാരണം ഷഹാനയോട് ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആ കാര്യം വീണ്ടും പറയുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾ പിന്നെ വഴക്ക് തുടങ്ങും എന്നല്ല അവൻ മനസ്സിൽ വിചാരിച്ചു. ആ സമയത്താണ് ഓഫീസ് അവരുടെ 2 പേരുടെയും ക്യാബിനിൻ്റെ ഡോർ തള്ളി തുറന്നുകൊണ്ട് മേ ഐ കമിൻ സർ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സൈൻ മുന്നിലും അതിൻ്റെ പിന്നിലായിട്ട് ആമിയും കൂടെ അകത്ത് കയറിയത്. സൈനും ആമിയും കൈകോർത്തി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് ഷഹാന ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീറ്റു പോയി. അവൾക്ക് ആ കാഴ്ച പോലും കണ്ട് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ആ ഒരു ഞെട്ടലിൽ അവൾ ഇങ്ങനെ അറിയാതെ എണീറ്റു പോയി. അവളെ തന്നെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ അമീർ.